ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക്കിൻ്റെ ബഡ്ജറ്റ് 19 കോടി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോയിലുള്ള കണ്ടന്റും നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. വിത്ത് പ്രൂഫ് തന്നെയാണ് നമ്മൾ വരുന്നത്. ഭീഷ്മപർവം കേരള കളക്ഷൻ 65 കോടി എന്നുള്ളത്. ഒറ്റ മമ്മൂട്ടി ആരാധകൻ പോലും ഇത് വിശ്വസിച്ചിട്ടില്ല. ഇതുവരെ അവർ അത് പറഞ്ഞിട്ടുമില്ല. പലപ്പോഴായി നമുക്ക് ഇതൊരു ന്യൂസിലൂടെ കിട്ടിയിട്ടുണ്ട്. പ്രശസ്തമായ ന്യൂസ് പേപ്പറിലൂടെ തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഇതിന് പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആരാധകരോ ഹേറ്റേഴ്സിനെ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇത് സിനിമ മേഖലയുമായിട്ട് അടുപ്പമുണ്ടെന്ന് കാണിക്കുന്ന പലരും പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അവർ സിനിമയിൽ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് നിൽക്കാനോ ഒക്കെ ആയിരിക്കാം അത് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് വാർത്തയും നമുക്ക് ഒരേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ഡൊമിനിക്കിന് 19 കോടി ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഭീഷ്മപർവം എന്ന മമ്മൂട്ടി സിനിമ കേരളത്തിൽ നിന്ന് 60 തൊട്ട് 65 കോടി വരെ നേടിയെന്നാണ് ഒഫീഷ്യലായിട്ട് തന്നെ അങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കൃത്യം പ്രൂഫ് നമ്മുടെ ഈ വീഡിയോയിലുമുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന വാർത്തയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു എക്സൽ ഷീറ്റ് വരുന്നു. ഓരോ സിനിമയുടെയും പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള കാര്യങ്ങളും അവിടുത്തെ ബഡ്ജറ്റുമൊക്കെയാണ്. എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ചെറിയ സിനിമകളുടെ കൂടെ നമ്മളും പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറായിട്ടും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സൈഡിലൂടെ നമ്മളും ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അന്ന് എനിക്ക് മനസ്സിലായിരിക്കണം, എൻ്റെ ആ മിനിമൽ നോളജിൽ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം ഒരു ബഡ്ജറ്റ് നമ്മൾ അവിടെ എഴുതി കൊടുക്കും. അതിപ്പോൾ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഇത് എഴുതി കൊടുത്തിട്ട് പടം പോലും പിടിക്കാത്ത കാര്യങ്ങളുമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിലൊക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ളത്. അവിടെ നമുക്ക് ഒരു ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റാണ്. ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഞാൻ രണ്ട് സിനിമകൾ, പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളതിലേക്ക് നോക്കുന്നത്. പ്രത്യേകിച്ച് ഡൊമിനിക്കിന് ബഡ്ജറ്റ് 19 കോടി എന്ന് അതിനകത്ത് എഴുതി കാണിക്കുന്നു. ഒപ്പം ബറോസിൻ്റെ അതായത് 114 കോടി എന്നുമാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഷെയർ കിട്ടിയിരിക്കുന്ന 4 കോടി എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയ്ക്കും വന്നിരിക്കുന്ന കണക്കുകളും. ഈ രണ്ട് സിനിമകളും ഈ പറഞ്ഞ പോലെ കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല ആ പറഞ്ഞ കളക്ഷനിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഡ്ജറ്റിലും. ഡൊമിനിക് എന്ന പടം കാണുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ 19 കോടി തൊട്ട് 10 കോടിക്ക് തികച്ചില്ലാത്ത സിനിമയാണ്. അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടിക്ക് 16 കോടിയോ 17 കോടിയോ കൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി എടുത്തിട്ട് ബാക്കി 2.5 കോടിക്കോ എല്ലാം പിടിച്ച പടമായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ ബറോസ് എന്ന സിനിമ 150 കോടിക്ക് മുകളിലാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് എന്നുള്ളത് ഉറപ്പിച്ച് തരാം. അത് ഒരു സംശയമില്ലാതെ തന്നെയാണ്. അവിടെ 114 കോടി അവർ എഴുതി കൊടുത്തിരിക്കുന്ന കണക്കാണ്. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റിനേക്കാളും നമുക്ക് സംശയം തോന്നുന്നത് 4.5 കോടി മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. 4.5 കോടിയൊന്നുമല്ല അതിന് ഷെയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അത് അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമ തന്നെയാണ്. അത്യാവശ്യം ഒന്നും ഭീകര കളക്ഷൻ ഒന്നുമല്ല. കേരളത്തിൽ നിന്ന് 12 കോടിക്ക് മുകളിൽ അതിന് തിയേറ്റർ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. 6-7 കോടിക്കടുത്ത് സിനിമ എന്താണേലും തിയേറ്ററിൽ നിന്ന് ലാഭം ഇതിനകത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ആയി ഒന്നുമല്ല അതിനകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ തെറ്റായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇനി ഭീഷ്മപർവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഏകദേശം കുറേ നാളുകളായിട്ട് ചിന്തിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് ഇടുന്നത്. ആ ന്യൂസ് പേപ്പർ കട്ടിങ് ഏതെങ്കിലും ഒരു മഞ്ഞ പത്രം എന്നുള്ള അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് വലിയ ഒരു പത്രം തന്നെയാണ്. ഒപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, കെ വിജയകുമാർ പ്രസിഡന്റ് ഫിയോക്ക് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് പത്രത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഇവർക്ക് നേരെ ഇത് കേസിലേക്ക് പോകാവുന്ന കാര്യമാണ്. കാരണം ഒരു വലിയ വിശ്വസനീയമായ ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ഇത് വായിച്ച് കേൾപ്പിക്കാം. ഭീഷ്മപർവം ഹാഡ് എ ഗ്രോസ് കളക്ഷൻ ഓഫ് അറൌണ്ട് 60 crore to 65 crore ഇൻ കേരള എലോൺ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ പത്രത്തിനെക്കുറിച്ച് കിട്ടുന്നതാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ്. അതിൻ്റെ മലയാളത്തിൽ വന്നിരിക്കുന്ന ആ സിനിമ ഈ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പത്രത്തിൻ്റെ. ഇനി ബാക്കിയും അവർ പറയുന്നുണ്ട്, പൃഥ്വിരാജ് ജനഗണമന ഈസ് ഗോയിങ് സ്ട്രോങ് വിത്ത് എ ഗ്രോസ് കളക്ഷൻ ഓഫ് 30 crore ഇൻ ദ സ്റ്റേറ്റ് സോ ഫാർ വൈൽ CBI 5 ദ ബ്രെയിൻ ഹാസ് ഏൺഡ് ദ സ്റ്റേറ്റ് ഗ്രോസ് കളക്ഷൻ ഓഫ് 20 crore സെറ്റ് കെ വിജയകുമാർ പ്രസിഡന്റ് ഫിയോക്ക്. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട്. അതായത് ഈ പത്രത്തിൽ പറയുന്ന വാർത്ത വരുമ്പോൾ ഭീഷ്മപർവം 60-65 കോടി, അതായത് ഫൈനൽ റണ്ണിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ തീർച്ചയായും 70 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ വന്നിട്ടുണ്ട്. ഒറ്റ മമ്മൂട്ടി ആരാധകരായ കുഞ്ഞുങ്ങൾ പോലും ഇത് പറയുകയോ അവർ ചിന്തിച്ചിട്ടോ പോലുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇപ്പോൾ വന്ന വാർത്തകൾ എതിരാളികളായിട്ട് ചമയുന്ന, അല്ലെങ്കിൽ എതിരാളി എന്ന് പോലും വിളിക്കാനില്ല, മമ്മൂട്ടിക്ക് എതിരാളികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഉണ്ട്, മോഹൻലാലിന് എതിരാളികളെ, പക്ഷേ അവരൊന്നും ഇങ്ങനത്തെ ഈ പറഞ്ഞ ചീഞ്ഞ കേസിൽ തലയിട്ടുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവർ ചുമ്മാ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് രസകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് വരുമ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ട് തന്നെ നമ്മളുടെ കയ്യിലൊരു പ്രൂഫ് ഉള്ളപ്പോൾ അതെടുത്ത് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് ആ ഒരു ടൈമിൽ പത്രത്തിൽ വന്നാണ് ഇന്നും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സിനിമയ്ക്ക് 19 കോടി എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അങ്ങനെ കറക്റ്റാണ്
സിനിമയാണെങ്കിൽ അത് മമ്മൂട്ടി എഴുതി കയറ്റിയിരിക്കുന്നതാണ്. അതായത് ആ സിനിമയ്ക്കൊന്നും അത്രയ്ക്ക് കോസ്റ്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ റെന്യൂമറേഷൻ അതിനകത്തുള്ളതായിരിക്കാം. അത് അത്ര എമൗണ്ട് അദ്ദേഹം എഴുതിയെടുത്തിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അല്ലാതെ ഈ സിനിമയ്ക്കൊന്നും അത്ര വലിയ കോസ്റ്റ് ഇല്ല. ഈ പറഞ്ഞ പോലെ നമുക്കറിയാം മരക്കാർ എന്ന സിനിമ 100 കോടി ചെലവിൽ വരുന്നതാണെന്ന് പറഞ്ഞ സിനിമ അതൊരു 20 കോടിക്ക് പോലും ഇല്ലാത്ത സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടാലറിയാം. 5-6 പേസ്പോർഡും അടിച്ച് കയറ്റി വെച്ചിട്ട് കപ്പലായിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന, ഒരു ബക്കറ്റിൽ വെള്ളം കലക്കി കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് കടൽ പോലെ കാണിക്കുന്ന ആ ഒരു സിനിമ നമുക്കറിയാം അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് എത്രത്തോളം വരുമെന്നുള്ളത്. അതൊക്കെ എഴുതി കയറ്റിയതാണെന്ന് ഈ ഒരു ഇത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ED ഒക്കെ ഈ ഒരു ഇത് തന്നെ മുഖവിലയെടുത്ത് ഇതിനകത്തിലേക്ക് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ വെറുതെ എഴുതി കയറ്റുകയും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സമരം നടക്കാൻ പോകുന്നു. വേറെ ഒന്നുമല്ല, സിനിമയ്ക്ക് കോസ്റ്റ് കൂടുന്നു, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ജൂൺ മുതൽ സമരം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇതേപോലെ ജനങ്ങളെ പറ്റിക്കാനും പാടില്ല. കാരണം ഡൊമിനിക്ക് കാണുമ്പോൾ മാക്സിമം അതിന് പറ്റുന്ന ഒരു എമൗണ്ട് നമ്മൾ അന്ന് കേട്ടത് 12 കോടി, അതൊക്കെ ഒരു പരിധി വരെ വിശ്വസിക്കാം. ഇതിനൊരു പ്രൊമോഷൻ പോലും ഇല്ലാത്ത സിനിമ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഡൊമിനിക്കിൻ്റെ ബഡ്ജറ്റ് 19 കോടിയുണ്ടോ എന്നുള്ള ഒരു കാര്യം? അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിക്കേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഭീഷ്മപർവം 65 കോടി കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുകയും വേൾഡ് വൈഡ് ആയിട്ട് ബാക്കിയുള്ള കളക്ഷൻ കൂടെ നോക്കുമ്പോൾ അതൊക്കെ 100 കോടി കടന്ന ചിത്രമാണ് എന്നുള്ളതും. അപ്പോൾ 100 കോടിയൊന്നുമല്ല, ഈ 2 വാർത്തയാണ്. എന്തായാലും ഈ 2 വാർത്തയിലും എനിക്ക് വിശ്വസനീയത കുറവാണ്. കാരണം ഇത് അതിനകത്തിൽ വന്നതാണ്. പക്ഷേ ഒരു പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ആ സ്വാഭാവികമായ രീതിയിൽ എടുത്തിരുന്നു. ട്രാക്കിങ് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ, മമ്മൂട്ടിയോ അല്ലെങ്കിൽ അവരുടെ അണിയറ പ്രവർത്തകർ ആരും തന്നെ ഇതിനെ ക്ലെയിം ചെയ്തിട്ടില്ല. ഡൊമിനിക്കിനെ കുറിച്ചാണെങ്കിലും മമ്മൂട്ടി തന്നെ പറയുന്നു ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാവരും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഡയറക്ടർ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾ തന്നെയാണ്, അതായത് ഇവിടെ ആരാധകൻ എന്നല്ല, അല്ലെങ്കിൽ എതിരാളി, അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ഇഷ്ടമല്ലാത്തവരെന്നുള്ളതല്ല, ഇത് നമ്മളെ പൊട്ടന്മാരാക്കുന്ന വാർത്തകളല്ലേ എന്നുള്ളതാണ്. അതായത് എന്നെയും നിങ്ങളെയും ഉള്ള ഓരോരുത്തരെയും പൊട്ടന്മാരാക്കുന്ന വാർത്തയായിട്ടല്ലേ ഇങ്ങനെ പടച്ചു വിടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പ്രതികരിക്കാം. നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.